ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കണ്ടുപിടിച്ച വീഡിയോ, ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ. ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഒരു കുക്കർക്ക് ഇട്ടെടുക്കുകയാണ്. കുക്കർക്ക് ഇട്ടെടുത്തിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ട് പൊരിച്ചെടുക്കുകയാണ്. എന്താ വെച്ചാൽ വെന്തിട്ടില്ല എന്നുള്ളൊരു പരാതിയായിട്ട് നമ്മുടെ അടുത്ത് ആരും വരാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ചിക്കന് വേവുക എന്ന് പറഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണി പൊരിച്ചെടുക്കുമ്പോൾ ചിലർക്ക് വേകാത്തൊരു കംപ്ലൈൻറ്റ് വരും. അത് പ്രത്യേകിച്ച് നമ്മൾ പെട്ടെന്ന് പൊരിഞ്ഞ് വരുമല്ലോ ചിക്കനും. ഞാൻ പൊരിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് പൊരിയാറുണ്ട്. ഇനി ഉള്ളു വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വെറൈറ്റി റെസിപ്പി. ഇന്ന് ഞാൻ വെറൈറ്റി റെസിപ്പി കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ചോറ്റക്ക് കൂട്ടാൻ ഉണ്ടാക്കിയില്ല. 12 മണിക്കത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇന്ന് എനിക്ക് കണ്ടൻ്റ് ഇല്ല, ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ മുട്ട പൊരിച്ചാണ് ചോറ് കഴിച്ചാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെ മൂപ്പരാക്ക് നമുക്ക് ചിക്കൻ കൊണ്ടുവന്നു. ചിക്കൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നല്ലോണം വേവണം കേട്ടോ ചിക്കന്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ഇതുവരെ വെന്ത ചിക്കൻ തന്നെയല്ലോ കൊടുത്തിനത്, ഇനിയിപ്പോൾ എന്താ ഒരു പ്രത്യേകിച്ച് ഒരു വേവിച്ചല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, കുക്കറിലിട്ട് കൂക്കിച്ച്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പരാതി വേണ്ട വിചാരിച്ചാണ്ട് ഒരു മിക്സിൻ്റെ ജാർ എടുത്തോണ്ടെന്ന് ജാറിൽ നമ്മൾ ഞത്തൊക്കെ കാട്ടി കൂട്ടണ കണ്ടോളി. വെളുത്തുള്ളി ഇട്ടിക്കണേ, ചെറിയ ഉള്ളി ഇട്ടിക്കണേ, പിന്നെ തക്കാളി ഇട്ടെടുത്തണ്, കുരുമുളക് ഇട്ടണ്, നല്ല ജീരകം ഇട്ടണ്, പേരും ജീരകം ഇട്ടണ്. ഇനി മസാലൻ്റെ ഒരു കുറവും വരാൻ പാടില്ല നമുക്ക്. ഒക്കെപ്പാടെ കൂട്ടി അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് മസാലയും കുറയാൻ പാടില്ല, വേവ് കമ്മിയാവാൻ പാടില്ല, ഒന്നും കമ്മിയാവാൻ പാടില്ല. നല്ലൊരു ഹെൽത്തി റെസിപ്പിയും കൂടി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വന്നിക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ നിങ്ങളൊരു ലൈക്ക് കൊടുക്കുക. ഷെയർ ചെയ്യാതെ കാണുന്ന പൊന്നു കൂട്ടുകാരെ ഈ വീഡിയോ ഷെയർ ചെയ്യണേ. അപ്പോൾ കണ്ടില്ലേ, ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുക. ചിക്കൻ പൊരിച്ചുമ്പോൾ മഞ്ഞളിടുന്നു ഇപ്പോൾ എല്ലാവർക്കും അറിയില്ല. അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയണമെന്നൊന്നുമില്ലല്ലോ. അത് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുക. അപ്പോഴേക്കോ ഇവിടെ അമീകമോൾ ആകെ കലപില കാട്ടുന്നുണ്ട്. അപ്പോൾ അവളോട് ഞാൻ തക്കാളി കട്ട് ചെയ്യുമ്പോൾ ഓൾക്കും ഒരു തക്കാളി ഇട്ടണം, ഞാൻ ഉള്ളി എടുക്കുകയാണെങ്കിൽ ഓക്കും ഉള്ളി എടുക്കണം. ഏതായാലും ഓളെ തക്കാളിയിൽ നിന്ന് ഒരു പീസ് നമ്മളാണ്ട് എടുത്തുക്കണേ. ഏതായാലും ഇനി കുറഞ്ഞാലും വേണ്ടില്ല, ഏറിയാലും വേണ്ടില്ല. തക്കാളിൻ്റെ ഒരു കളിയായിക്കോട്ടെ. ഒരു തക്കാളിയാണ് കേട്ടോ ആകെ എടുത്തിട്ടുള്ളത്. ഇനി 2 തക്കാളിയൊന്നും ഇടാൻ നിൽക്കണ്ട, ഒറ്റ തക്കാളി മതി. ഇനി എന്തിനാ അപ്പം നമ്മൾ മസാല കുറക്കണേ? കുറച്ച് മല്ലിപ്പൊടിയാണ് ഇട്ടെടുത്താലോ. ഒരു നുള്ളു മല്ലിപ്പൊടി ഇട്ടോ, കുറേ ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് വിരട്ടല്ലല്ലോ ഉണ്ടാക്കണത്, പൊരിച്ചെടുക്കാനല്ല പോണത്. ഗ്രാമ്പ് ഇട്ടെടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ഗ്രാമ്പ് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഇട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാമ്പും നല്ല ജീരകവും പെരുംജീരകമൊക്കെ ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമുക്ക് അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തത് എന്താണ്? ഗ്രാമ്പ് ചേർത്ത്, വെളിച്ചെണ്ണ ചേർത്തു. വെളിച്ചെണ്ണ എന്തിനാണ് ചേർക്കണമെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് എന്തിനാണ് ചേർക്കണമെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയില്ല, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ചേർത്തിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അടുത്ത് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ആ മല്ലിച്ചപ്പും കൂടി ഇങ്ങോട്ട് പോന്നോട്ടെ. അതും കൂടി ഇട്ടുകൊണ്ട് നല്ലോണം അരച്ചെടുത്താണ്ടല്ലോ ഷവായിൻ്റെ മസാലിൻ്റെ മാതിരി അരത്തതിന് പറയാം ഷവായിൻ്റെ മസാലിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈലാക്കണ ഈ ഷവായിൻ്റെ മസാല എന്താ വെച്ചാൽ ഗ്രാമ്പു ഒക്കെയാണ് ഓല് കൂട്ടുന്നത്. പട്ട, ഗ്രാമ്പു, നല്ല ജീരകം. അത് നമ്മളെ പെരയിലുണ്ടാക്കുമ്പോൾ നമുക്ക് പറ്റില്ല, പുറത്ത് പോയാൽ എന്തും നമുക്ക് പറ്റും. അവിടുന്ന് ആ വാസന കിട്ടിയാൽ മതി. ഓലില്ല വിനാഗിരി മുഴുവൻ കുത്തി കലക്കിയിട്ടാണതേ. അപ്പോൾ മുളകും പൊടി ഇട്ട് പിന്നെ നമ്മൾ ഇട്ടത്തേനിപ്പോൾ മല്ലിച്ചപ്പ് ഇട്ട് നല്ലോണം അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവന്നു. കണ്ടോ, കുക്കറിൽ വെന്ത ചിക്കനാണ്. ഇനി വെന്തില്ല എന്നുള്ളൊരു കേസിൻ്റെ അടുത്ത് കൊണ്ടുള്ളാരും. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ആ മസാല അരച്ച അരപ്പിൻ്റെ കോലം നോക്കിയാണ് എന്തൊരു ചെറുക്കുള്ള മസാലയാണ് ഈ കാണുന്നത്. ഇനി മസാല കുറഞ്ഞു എന്നുള്ളൊരു പരാതിയായിട്ട് എൻ്റെ അടുത്ത് ആരും വരില്ല. കാരണം അക്കോലത്തിലുള്ള മസാല നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കണേ. ഇനി ഈ മസാല ഉണ്ടല്ലോ, ഈ ചിക്കൻ അങ്ങോട്ട് ദീമക്ക് തള്ളി മറിച്ചെടുക്കണം കേട്ടോ. കാരണം ആ ചൂടോടെ അങ്ങോട്ട് പോന്നോട്ടെ. ചൂടോടാകുമ്പോൾ മസാല നല്ല മട്ടത്തിൽ അതിന്മേലാണ് പിടിച്ചോളും. ഇനി കുക്കറിൽ പോയി എന്ത് തോണ്ടിയൊക്കെ നമുക്ക് നല്ല ചൂടുണ്ടാവും കേട്ടോ. ഈ നേരത്ത് അതിൽ കഴിച്ചിട്ട് മാന്താൻ നിൽക്കണ്ട, ചിക്കനല്ലേ വിചാരിച്ചു കണ്ടേ. അപ്പോൾ അത് കൊണ്ടുവരിക, ഇതുപോലെ അങ്ങോട്ട് തട്ടി കൊടുക്കുക. ഈ തട്ടി കൊടുക്കുമ്പോൾ തന്നെ കാണാനൊരു ചൊറുക്കില്ലേ. എന്താ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ നിമിഷത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. എത്ര വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് ഞങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇന്നിട്ട റെസിപ്പി നാളെ ഇടൂല, നാളത്തെ റെസിപ്പി മറ്റന്നാൾ ഇടൂല. അങ്ങനെ ദിവസം തോറും ഞാൻ ഓരോ റെസിപ്പി കൊണ്ടുവന്നിട്ട് നിങ്ങളൊരു ലൈക്കും കൂടി തരാതെ പറ്റ മോശം തരാം കേട്ടോ. ഒരു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അത്രയൊക്കെ തന്നെ പറയാമല്ലേ. ഇഷ്ടപ്പെടണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഞാൻ നിർബന്ധിച്ച് ആരോടും ചെയ്യിപ്പിച്ചണമെന്നില്ല. കണ്ടില്ല, ഈ ഒരു കോലത്തിലാണ് നമ്മളെ മസാല. ഇനി അതിൽ ചിക്കൻ ഉണ്ടോ ഒന്നുകൂടി നോക്കണം. ഞാൻ നോക്കി നോക്കണേ. വോയിസ് കൊടുക്കണേ വേറെ നേരത്താണ്. ഇപ്പം എനിക്ക് വോയിസ് കൊടുക്കുമ്പോൾ അതിൽ പാളി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനതിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ ഇടും കേട്ടോ, ഓർമ്മല്ലേ. അപ്പോൾ ചെയ്തത് എന്താണെന്ന് ഇപ്പോൾ ഓർമ്മല്ല. എന്ത് ചെയ്യാനാണ്, നമ്മൾ വീഡിയോ വേറെ നേരത്ത് വോയിസ് വേറെ നേരത്തെ. ചിക്കൻ ഉണ്ടല്ലോ.
അപ്പോൾ ബാക്കിയുള്ള ചിക്കനും കൂടി ഇതിക്കാൻ തട്ടി കൊടുക്കുക. ഇനി നല്ലോണം മസാല ചൂടോട് കൂടി കഴിച്ചിട്ട് കിളുമ്പി കൊടുക്കുക. ഇനി നമുക്ക് ഇതിക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്തോരം എളുപ്പത്തിലുള്ള ഒരു വെറൈറ്റി ചിക്കനാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞങ്ങളെ വീഡിയോ. ഇനി വേണമെങ്കിൽ വെന്തുക്കണമെന്നൊന്ന് നോക്കിക്കളി. ഇപ്പം തന്നെ നല്ലോണം മട്ടത്തിൽ വെന്തുക്കണം. ഇനി ഒടുക്കാതെ വേവിച്ചണേ. ഏതെങ്കിലും മസാലൻ്റെ പച്ചക്കുത്ത് കളയണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇനി വേവിച്ചത്. നല്ല ടേസ്റ്റോട് കൂടി ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈല് വീഡിയോ. അപ്പോൾ വീഡിയോ വൈൻഡപ്പാക്കാനൊന്നും നേരമായിട്ടില്ല കേട്ടോ. വീഡിയോ എങ്ങനെ വൈൻഡപ്പാക്കണതൊന്ന് പൊരിച്ചെടുക്കണ്ടേ. പൊരിച്ചെടുത്തിട്ട് വൈൻഡപ്പാക്കിയാൽ പോരെ. ഇനി ഞാൻ വൈൻഡപ്പാക്കാൻ പോണതിന് മുമ്പായിട്ട് നിങ്ങളോട് പറയാമല്ലോ വെച്ചാൽ, നിങ്ങൾ ഇന്നലത്തെ വീഡിയോ എൻ്റെ കണ്ടീനോ, മിഞ്ഞാന്നത്തെ വീഡിയോ എൻ്റെ കണ്ടീനോ, ഏതെങ്കിലും ആ മുളകും പൊടിയൊക്കെ ഞാൻ എന്തെങ്കിലും ഒന്ന് തീരുമാനമാക്കും കേട്ടോ. ആ മുളകും പൊടിൻ്റെ കാര്യത്തിൽ എനിക്ക് തീരുമാനമാക്കാൻ ഞാൻ പറ്റൂലേ. കാരണം 250 ഗ്രാം മുളകും പൊടിയാണ് മുളകാണ് ഇന്നലെ നമ്മൾ അരപ്പാക്കിയാണ് അവിടെ വെച്ചിരിക്കണത്. ഏതായാലും ആ മുളക് ഒന്നുകൂടി മസാല ചേർത്ത് ഒന്നുകൂടി മസാല ഇല്ലാണ്ട് ഒന്നുകൂടി പൊടിച്ചെടുത്ത ആ പൊടി എന്ന് വെച്ച് തോന്നണേ. ഏതായാലും നമ്മൾ അതിനൊന്നും നോക്കിയില്ല. നമ്മൾ ഇനി വീണ്ടും കുക്കറുമായിട്ട് വന്നിക്കണേ. കുക്കറിൽ ഇനി നമ്മൾ എന്താ ചെയ്യണം നോക്കിക്കോളി. കുക്കറിൽ നമ്മൾ എന്ത് ചെയ്യണം, കുക്കർ ഒന്നുകൂടി ചൂടാക്കുക കേട്ടോ. ആ കുക്കറിൽ നിന്ന് ആ മസാലയൊക്കെ മാറ്റിയില്ല നമ്മൾ, മസാല അല്ല ചിക്കന്. പിന്നെ നമ്മൾ കുക്കർ ഒന്നും കൂടി ചൂടാക്കുക. കുക്കർ ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതിക്ക് എന്താണ് ഇട്ട് കൊടുക്കേണ്ടത്, കരിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കൽ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. കരിവേപ്പിൻ്റെ ഇല ചെല്ലുമ്പോൾ ഒരു റാത്ത് ഉണ്ടാവുള്ളൂ മനസ്സിന്. കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നത്തെ കാട്ടേണ്ടി വെച്ചാൽ നമ്മൾ ഈ ചിക്കന് കുക്കറാണ് ചൂടായിക്കോട്ടെ. അപ്പോൾ അത്ര വെളിച്ചെണ്ണയിലാണ് ഞാൻ പൊരിച്ചെടുക്കല്ല എല്ലാവരെയും പറ്റിച്ചാൻ വേണ്ടിയാണ്ട് ചെറുതോതിലൊരു പൊരിച്ചെടുക്കൽ. എന്നാൽ വെളിച്ചെണ്ണ ചിലവാകില്ല, നമ്മളെ തടിക്കും ആരോഗ്യത്തിനും അതും കേടുണ്ടാവില്ല. നല്ലൊരു റെസിപ്പി കാര്യം നമുക്ക് കിട്ടുക. അപ്പോൾ കണ്ടില്ലേ, ഞാനിവിടെ മൈദപ്പൊടി എത്തിനിട്ട് നിങ്ങൾക്ക് മനസ്സിലായിക്കണോ വെച്ചാൽ അറിയില്ല. ഏതായാലും നമ്മൾ പറഞ്ഞുതരാം. നമ്മൾ മൈദപ്പൊടി ഇട്ടെത്തിനെന്ന് വെച്ചാൽ മൈദപ്പൊടി ചട്ടിയിൽ ഇങ്ങനെ ഒട്ടാതെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിലെത്തിനപ്പോൾ ഞാൻ മൈദപ്പൊടി ഇട്ട് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. കാരണം ഇതിൽ മസാല ലൂസായി കണ്ട് കിടക്കുകയാണ്. അപ്പോൾ ആ മസാല ഒന്ന് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് മൈദപ്പൊടി കുറച്ച് തള്ളി കൊടുത്തു. പിന്നെ ചട്ടിയിൽ ഒട്ടാതെക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇത് ചട്ടിയിൽ ഒട്ടു കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ഉണ്ടാക്കി ആ കുക്കർ കഴുകാതെയാണ് നമ്മൾ പെന്നിയും വെച്ചെടുത്തത്. കഴുകിയൊക്കെയാണെങ്കിൽ അത്ര ഒട്ടൂലേ, കഴുകാതെ കയറ്റി വെച്ചേക്കാണ്. കണ്ടില്ലേ, ഇതുപോലെ ചെയ്തെടുത്തു. ഇനി നമ്മളെത്താ കാട്ടുണ്ട്, ഈ ചിക്കൻ ഇതിൽ കണ്ടിട്ട് കൊടുക്കുക. നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈല്. ഇത് ഓരോ ഫുൾ ചിക്കനൊക്കെ ആണെങ്കിൽ എന്തേക്കാരം അതിൻ്റെ ചൊറുക്ക്, എന്തേക്കാരം അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഞാനിവിടെ ഫുൾ ചിക്കൻ എടുക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ടേസ്റ്റിൽ കിട്ടണത്. ഫുൾ ചിക്കൻ അല്ലല്ലോ നമ്മൾ എടുത്തത്. നമ്മൾ ചിക്കൻ ഫുള്ളായിട്ട് എടുത്ത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒറിജിനൽ ഷവായിയുടെ ടേസ്റ്റ് ആയിരിക്കും ഇത് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഫുൾ ചിക്കൻ എടുത്തുകൊണ്ട് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിക്കളി. നല്ല അടിപൊളി റെസിപ്പി അല്ലേ ഞങ്ങൾക്ക് കാട്ടി തന്നിക്കണേ. ഇനിയിപ്പോൾ എന്തിനാണ് ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇത് ഉണ്ടാക്കാതെ നിൽക്കണത്. നിങ്ങൾ ഉണ്ടാക്കിക്കോളി. എന്നും ഒരേമാതിരി റെസിപ്പി ആയിട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട. വെറൈറ്റി റെസിപ്പി. ഒരു ദിവസം ഉണ്ടാക്കിയ റെസിപ്പി പിറ്റേന്ന് ഉണ്ടാക്കരുത്. അപ്പോൾ ഇങ്ങനെ പല മോഡലും നമ്മൾ ഉണ്ടാക്കുക. ഒരു റെസിപ്പിനെ കുറിച്ച് നമ്മളിങ്ങനെ ആലോചിച്ച് വെക്കുക, നമ്മൾ നാളത്തെ ഉണ്ടാക്കേണ്ടത്. അതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്തിയിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അടിപൊളി റെസിപ്പി ആയിക്കാരം. അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നമ്മൾ ആലോചിക്കുക. അല്ലാതെ നമ്മൾ രാത്രി കിടക്കാൻ നേരം ആകുമ്പോൾ നമ്മൾ മൊബൈലും വെച്ച് കിടന്നുറങ്ങിയാൽ ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല ഞങ്ങൾ എത്താൻ ഉണ്ടാക്കേണ്ടത്. ഒരു 5-10 മിനിറ്റോ നമ്മൾ വെറുതെ ഇങ്ങനെ ആലോചിച്ച് നോക്കണം, നാളെ എന്തുണ്ടാക്കും, എങ്ങനെ ഉണ്ടാക്കും, അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് കിടന്നുറങ്ങുക. അപ്പം നമുക്കൊരു സമാധാനം കിട്ടും. പിറ്റേന്നത്തെ റെസിപ്പി അടിപൊളി ടേസ്റ്റ് ആയിക്കാരം. അപ്പോൾ ഈ ചിക്കൻ നമ്മളങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ കുക്കർ വീണ്ടും അടച്ച് വെക്കുക. എന്തിനാണ് നമ്മൾ കുക്കർ അടച്ച് വെക്കണം? നിങ്ങൾക്ക് വീണ്ടും സംശയം ഉണ്ടാവും. സംശയം ഞാൻ തീർത്തരാ, പരാതിയില്ല. സംശയം എന്തിനാ വെച്ചാൽ ആ മസാല നമ്മൾ പച്ചക്ക് ചേർത്തല്ലേ. ഇനി പച്ച മസാലൻ്റെ ഒരു വയറുവേദന നമുക്ക് ഉണ്ടാവണ്ട. ആ വയറുവേദന മാറ്റാൻ വേണ്ടിയിട്ട് അതൊന്ന് കൂക്കി ചെന്നപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ ഒരു കോലത്തിലായി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് എത്താ കാട്ടേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു പച്ചമുളക് 1, 2, 3 എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. അതൊക്കെ അവനാൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ചേർത്ത് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫാക്കുക. പിന്നെ ഗ്യാസ് കത്തിച്ചണ്ട കേട്ടോ. ഈ പച്ചമുളകിൻ്റെ പച്ച ടേസ്റ്റാണ് ഇതിന് ടേസ്റ്റ്. അപ്പം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മല്ലിൻ്റെ ഇലയും ചേർത്തോളി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കരിവേപ്പിൻ്റെ ഇലയും ചേർത്തോളി. അപ്പോൾ ഇതൊക്കെ പച്ചക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല അടിപൊളി റെസിപ്പി. ഇനി ഈ കരിഞ്ഞ ഭാഗം ഞാൻ തോണ്ടി എടുക്കും കേട്ടോ. ആ കരിവാണല്ലോ ഒരു ടേസ്റ്റ്. ഞങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, ചട്ടി കഴുകാത്തതുകൊണ്ടാണ് ഈ കരിവ് ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ട് മാത്രമാണ് ഈ കരിവ് സംഭവിച്ചത്. അല്ലെങ്കിൽ മൈദപ്പൊടി ഇട്ടാൽ ഒരിക്കലും ചട്ടിയിലൊട്ടൂല കേട്ടോ. അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലേക്ക് പോവുകയാണ്.
അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പാക്കാൻ സമയമായിട്ടുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇതുപോലെ ഓരോ റെസിപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് താഴത്ത് വന്ന് കമൻറ്റ് അറിയിച്ച് നോക്കുകയാണെങ്കിൽ നല്ല നല്ല അടിപൊളി റെസിപ്പി ഞങ്ങൾക്കും വേണ്ടിയിട്ടാണല്ലോ ഈ വീഡിയോ ഓരോ റെസിപ്പികൾ കണ്ടൻറ്റ് വീഡിയോകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മളത് നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നിമിഷത്തിൽ തന്നെ പറഞ്ഞുതരും ശേഷം വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും, നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് നല്ല റെസിപ്പിയാണ്, മോശമായിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ഞാൻ ആ വീഡിയോ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ അടിപൊളി റെസിപ്പിയുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും പൊന്നു കൂട്ടുകാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ കൺമുന്നിൽ എത്തുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വോയിസൊക്കെ അവിടെ ഇവിടെയൊക്കെ കട്ടായി പോകുന്നുണ്ട്. കൺമുന്നിൽ വരുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പാക്കി പോവാണ്. അപ്പം ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാൻ പോണവർക്കും ഇനി സബ്സ്ക്രൈബ് ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർക്കും എല്ലാവർക്കും ഈ നിമിഷത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവർക്ക് മുന്നിൽ ഈ വീഡിയോ അവതരിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പാക്കി. നന്ദി, നമസ്കാരം.